സർക്കാരിന്റെ ദുർവാശി കൊണ്ടാണ് ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം തീർപ്പാക്കാൻ കഴിയാതെ പോകുന്നതെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയ വിഷയങ്ങളുടെ പേരിൽ സമരം ചെയ്യുന്ന നടപടി ശരിയല്ലെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിനുള്ള ചർച്ചയ്ക്ക് നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അംഗനവാടി ജീവനക്കാരുടെ ശമ്പള വർധനവായിരുന്നു അടിയന്തര പ്രമേയ വിഷയമെങ്കിലും ആശാ വർക്കർമാരുടെ സമരവും ഉന്നയിച്ചാണ് നജീബ് കാന്തപുരം വിഷയം അവതരിപ്പിച്ചത്. അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ അപ്പീല് പോയ സർക്കാർ നടപടി ശരിയായില്ലെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. സമരസംഘടന എന്ന ഊറ്റം കൊണ്ട CPIM-ന് ഇപ്പോൾ സമരം പുച്ഛമാണ്. വകുപ്പ് മന്ത്രി വീണ ജോർജ് എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും എത്ര അറസ്റ്റ് ഭരിച്ചിട്ടുണ്ടെന്നും നജീബ് കാന്തപുരം ചോദിച്ചു. ഈ പരാമർശം ഭരണ പ്രതിപക്ഷ ബഹളത്തിന് വഴിവെച്ചു. നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കിയല്ലോ. ഈ ഭരണ പ്രതിപക്ഷം തന്നെ ബഹളം ഉണ്ടാക്കിയല്ലോ. അവരോട് ഇരുന്നോളൂ. നിങ്ങൾ സീറ്റിലേക്ക് പോട്. നിങ്ങൾ സീറ്റിലേക്ക് പോകണം. നിങ്ങൾ സീറ്റിലേക്ക് പോയിട്ടില്ലേ മൈക്ക് കൊടുക്കില്ല. അവിടെ ഇരിക്ക്. അംഗനവാടി ജീവനക്കാർക്ക് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന ഓണറേറിയം 4500 രൂപയാണ്. അതിൽ 40% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ആനുകൂല്യങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ച് നൽകാനാണ് ശ്രമിക്കുന്നതെന്നും വകുപ്പ് മന്ത്രി വീണ ജോർജിന് വേണ്ടി പി രാജീവ് സഭയെ അറിയിച്ചു. അംഗനവാടി ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുത്തുക, ജീവനക്കാരാക്കി മാറ്റുക, ഇതെല്ലാം പിന്നെ കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യവും പൊതുവെ ഇടതുപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയാണ്. ഇത്തരം കാര്യങ്ങളിലെ തൊഴിലാളികളായി ഉൾക്കൊള്ളിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യൂണിയൻ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സമീപനമല്ല. വളരെ ചെറിയ പണം മാത്രമാണ് ഇത്തരത്തിൽ വേതനത്തിന് പോലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും പണമെടുത്താണ് പലരും കെട്ടിടങ്ങളുടെ വാടക നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിൽ മറ്റൊരു തൊഴിൽ മേഖലയിലും ഈ ഗതികേടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.